വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. സകല സൃഷ്ടികളും, മനുഷ്യരും ജിന്നുകളും മലക്കുകളും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് നീ എന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കൂടിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും അള്ളാഹു ഖദറാക്കാത്ത ഒരു ഉപകാരം അവർ ചെയ്യുകയില്ല, സാധ്യമല്ല. വീണ്ടും പറഞ്ഞു, പഠിച്ചു വെച്ചോ, വലവി ജിത്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. സകല മനുഷ്യരും സകല രാഷ്ട്രങ്ങളും ജിന്നുകളുടെയും മലക്കുകളുടെയും ഇനി വേറെ ജീവജാലങ്ങളുടെ ലോകമുണ്ടോ, ആരുമാകട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ചു എന്തിന്? നീ എന്ന ഒരൊറ്റ വ്യക്തിയെ ഉപദ്രവിക്കാൻ. ശ്രദ്ധിക്കുക, നീ എന്ന സിംഗിളായ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയാലും റബ്ബ് ഖദറാക്കാത്ത ഒരു കാര്യം കൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫഅത്തിൽ അഖ്ലാം, ഖദർ എഴുതുന്ന പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്തി സുഹുഫ്, ലൗഹുൽ മഹ്ഫൂദിൻ്റെ മഷി ഉണങ്ങിയിട്ടുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് റഹ്മാനായ റബ്ബ് ഉണ്ടാവട്ടെ എന്ന് തീരുമാനിച്ചതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ റഹ്മാനായ റബ്ബ് ഖദറാക്കിയതാണ്. അള്ളാഹുവിൻ്റെതാണ് ആധിപത്യം, അല്ലേ? നാം എല്ലാവരും അംഗീകരിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ടോ റബ്ബിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കുന്നുണ്ടെങ്കിൽ റബ്ബിന് അതിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. എന്നെയും നിങ്ങളെയും തിരിച്ചറിയാൻ, മനുഷ്യന്മാർക്ക് തിരിച്ചറിവുണ്ടാകാൻ, അവർ ക്ഷമാലുക്കളാണോ, ഈമാനുള്ളവരാണോ, ഇഖ്ലാസുള്ളവരാണോ, തഖ്വയുള്ളവരാണോ എന്ന് റഹ്മാനായ റബ്ബിന് തിരിച്ചറിയാൻ, അവരിൽ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകൾ നൽകാൻ റഹ്മാനായ റബ്ബ് ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഫഅബ്ദുഹു, അതുകൊണ്ട് പടച്ച റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വ തവക്കൽ അലൈഹി, അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് ആരാധനാ നിമഗ്നരായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല സമൂഹമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.